അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി പഠനം വീട്ടിൽ നന്നായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കുകൾ ചെയ്ത് അയക്കാത്തവരുണ്ട്, അവർ വർക്കുകൾ ഉടനെ ചെയ്ത് അയക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 68, 69, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് പേജ് നമ്പർ 68 എടുക്കുക. അതിൽ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറിയാവുന്നതും അതേപോലെ അറിയാത്തതുമായ കുറേ പദങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് നിരയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സാറൊന്ന് വായിക്കാം. അർനബുൻ, ബൈത്തുൻ, ജറസുൻ, ഹബലുൻ, ഹുമ്മുൻ, ഐനുൻ, ഖുറാബുൻ, ഫീലുൻ. ടെക്സ്റ്റിൽ നോക്കണം, കൈവച്ച് സാറിൻ്റെ കൂടെ വായിക്കണം. ഓക്കെ, ഖിത്തുൻ, കബ്ശുൻ, മിൻഖാറുൻ, ഹിറുൻ, വർദുൻ, യദുൻ. അപ്പുറത്തെ നിരയിൽ തുഫാഹുൻ, സൂമുൻ, ദീക്കുൻ, സുബാബുൻ, രീഷുൻ, സഹറുൻ, സല്ലത്തുൻ, ഷജറത്തുൻ, സൂസുൻ, ലിഫ്ദിഉൻ, ത്വബ്ലുൻ, ലബ്യുൻ, ലഖ്ലഖുൻ, നൂറുൻ. വായിച്ചില്ല എല്ലാവരും? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത്, അവിടെ കുറേ ഡാഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ച പദങ്ങളുടെ മുൻപിൽ അലിഫും ലാമും ചേർക്കണം. അലിഫും ലാമും. ഇപ്പോൾ അർനബ്, നമ്മൾ അർനബിൻ്റെ മുമ്പിൽ അലിഫു ലാമ് ചേർത്ത് ആ ഡാഷിൽ അവിടെ എഴുതണം. എങ്ങനെ എഴുതുവാൻ പോകുമ്പോൾ അൽ അർനബ്, അൽ അർനബ്. ബൈത്തുൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അൽ ബൈത്തുൻ. ജറസുൻ, അൽ ജറസുൻ. ഹബലുൻ, അൽ ഹബലുൻ. ഹുമ്മുൻ എങ്ങനെ പറയും? അൽ ഹുമ്മുൻ. ഐനുൻ, അൽ ഐനുൻ. ഖുറാബുൻ, അൽ ഖുറാബുൻ. ഫീലുൻ, അൽ ഫീലുൻ. ഖിത്തുൻ, അൽ ഖിത്തുൻ. കബ്ശുൻ, അൽ കബ്ശുൻ. മിൻഖാറുൻ, അൽ മിൻഖാറുൻ. ഹിറുൻ, അൽ ഹിറുൻ. വർദുൻ, അൽ വർദുൻ. യദുൻ, അൽ യദുൻ. ശ്രദ്ധിച്ച നിങ്ങൾ അടുത്ത ലൈനിൽ ആ പദങ്ങൾക്ക് മുമ്പിലും അലിഫ്ലാം ചേർക്കണം. പക്ഷെ അവിടെ അലിഫ്ലാം ചേർക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. തുഫാഹുൻ, ഫസ്റ്റ് വേർഡ് വായിച്ചേ, തുഫാഹുൻ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അലിഫ്ലാം ചേർക്കാണ്. എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത്? അൽ തുഫാഹുൻ എന്നല്ല, അവിടെ വായിക്കുന്നത് അത്തുഫാഹുൻ. അവിടെ അലിഫ് ലാമിൽ ലാമിനെ സുക്കൂൻ ചെയ്യില്ല, അൽ എന്ന് നമ്മൾ പറയില്ല, പകരം ചേർത്ത് വായിക്കും. അത്തുഫാഹ്. തുഫാഹിൻ്റെ ഫസ്റ്റ് ലെറ്റർ താ, അത് അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ ആ താക്കിന് നമ്മൾ ഷദ് ചെയ്യും. അത്തുഫാഹ്. ശ്രദ്ധിച്ചേ നിങ്ങൾ, അത്തുഫാ, താക്ക് അവിടെ ഷദ് ഉണ്ട്. ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത്തുഫാഹ്. സൂമുൻ എങ്ങനെ പറയും? അസൂം. വെരി ഗുഡ്. അൽ സൂം അല്ല, അസൂം. സാക്ക് ഷദ് കൊടുക്കണം. അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ അസൂം ഷദ് കൊടുക്കണം. ദീക്ക് അദ്ദീക്കുൻ. സുബാബുൻ, അസുബാബുൻ. രീഷുൻ, അരീഷുൻ. സഹറുൻ, അസ്സഹറുൻ. സല്ലത്തുൻ, അൽ സല്ലത്തല്ല. ലാമ് ഉച്ചരിക്കൂല, നമ്മൾ ലാമ് എഴുതും പക്ഷേ ഉച്ചരിക്കില്ല. അസ്സഹറുൻ. സല്ലത്ത്, അസ്സല്ലത്ത്. ഷജറത്തുൻ, അഷജറത്ത്. സൂസുൻ, അസ്സൂസുൻ. ലിഫ്ദിഉൻ, അല്ലിഫ്ദിഉൻ. ത്വബ്ലുൻ,
അത്വബുലുൻ, ലൊബിയുൻ, അല്ലൊബിയുൻ, ലഖ്ലഖുൻ, അല്ലഖ്ലഖുൻ, നൂറുൻ, അന്നൂറുൻ. അപ്പോൾ അത് ടെക്സ്റ്റിൽ നിങ്ങൾ ആ ഭാഗത്ത് അലിഫ്ലാം ചേർത്ത് എഴുതണം. ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നിരയിൽ അലിഫ്ലാം ചേർക്കുമ്പോൾ നമ്മൾ അൽ ലാമ് സുക്കൂനിട്ട് എഴുതും. സെക്കൻഡ് ലൈനിൽ നമ്മൾ അലിഫ്ലാം ചേർക്കും, പക്ഷേ ലാമിന് സുക്കൂൻ കൊടുക്കില്ല. പക്ഷെ അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഷദ് ചെയ്ത് എഴുതുകയും വേണം. ഓക്കെ, പേജ് നമ്പർ 69 ഇതേ പദങ്ങൾ, പേജ് നമ്പർ 68 അതേ പദങ്ങൾ നിങ്ങൾ ഇവിടെ എടുത്ത് അലിഫ്ലാം ചേർത്ത് എഴുതി ആ ബോക്സിൽ അതിലെ ആദ്യത്തെ ലെറ്റർ നിങ്ങൾ എഴുതണം. ഓരോ പദങ്ങളുടെയും ആദ്യത്തെ ലെറ്റർ മാത്രം ആ ബോക്സിൽ എഴുതണം. ഇപ്പോൾ ഉദാഹരണം ഫസ്റ്റ് വേർഡ് 68 പേജിലെ ഫസ്റ്റ് വേർഡ് ഏതായിരുന്നു? അർണബ് ആയിരുന്നു. അർണബ് എന്ന് ഇവിടെ എഴുതണ്ട, ഇവിടെ നമ്മൾ അൽ ചേർത്താണ് എഴുതേണ്ടത്. അൽ അർണബ് എന്ന് എഴുതി അതിലെ ഫസ്റ്റ് ഹർഫ് ഏതാണ്? ഹംസ, അ, അതവിടെ എഴുതണം. അതേപോലെ അൽ ബൈത്തുൻ, ബൈത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബ, അതും അവിടെ എഴുതണം. ഇനി അതേപോലെ പേജ് നമ്പർ 68 നോക്കിയിട്ട് ജറസാണ്. അപ്പോൾ നമ്മളിവിടെ അൽ ജറസ് എന്ന് എഴുതും. എന്നിട്ട് ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ജീമ്. അതുപോലെ അടുത്ത ലൈനിൽ തുഫാഹാണ്. നമ്മളിവിടെ എഴുതുമ്പോൾ അലിഫ്ലാം ചേർത്ത് തുഫാഹ് എഴുതണം. അതിലെ ഫസ്റ്റ് ലെറ്റർ ബോക്സിൽ എഴുതണം. ഇതാണ് താ. രണ്ടാമത്തെ വാക്ക് ഏതായിരുന്നു? സൂമ്, അസൂമ്. ഇവിടെ അലിഫ്ലാം ചേർത്താണ് എഴുതേണ്ടത്. ബോക്സിൽ എഴുതേണ്ടത് അതിലെ ഫസ്റ്റ് ലെറ്റർ, ആ വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ, അതെടുത്ത് എഴുതണം. അങ്ങനെ ബാക്കി എല്ലാ പദങ്ങളും അതുപോലെ നിങ്ങളിവിടെ എടുത്തെഴുതി ഫസ്റ്റ് ലെറ്ററും ആ ബോക്സിൽ എഴുതണം. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് 14 അക്ഷരങ്ങൾ അല്ലേ, 14 അക്ഷരങ്ങൾ ഒരു സൈഡിലും മറ്റേ സൈഡിൽ 14 അക്ഷരങ്ങൾ, അങ്ങനെ 28 അക്ഷരങ്ങൾ മൊത്തം നമുക്ക് കാണും. അതിൽ ഫസ്റ്റ് നമ്മൾ എഴുതിയ ആ ബോക്സിൽ വരുന്ന പദങ്ങൾ ഇതൊക്കെയാണ്: ഹംസ, ബ, ജ, ഹ, ഖ, ഐ, ഗ, ഫ, ഖ, ക, അതുപോലെ മ, ഹ, വ, യ. ഈ ഇത്രയും 14 അക്ഷരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ലൈനിലെ ബോക്സിൽ വരും. ഈ അക്ഷരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അൽ ഹുറൂഫുൽ ഖമരിയ. അൽ ഹുറൂഫുൽ ഖമരിയ, അൽ ഖമർ. ഈ പദങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് ഈ പദങ്ങളുടെ മുൻപിൽ അലിഫ്ലാം ചേർക്കുമ്പോൾ ലാമ് അൽ എന്ന് നമ്മൾ വ്യക്തമാക്കി പറയും. ഒന്ന് പറഞ്ഞു നോക്കാം. അൽ അ, അൽ ബ, അൽ ജ, അൽ ഹ, അൽ ഖ, അൽ അ, അൽ ഗ, അൽ ഫ, അൽ ഖ, അൽ ക, അൽ മ, അൽ ഹ, അൽ വ, അൽ യ. ഇത്രയും 14 അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹുറൂഫുൽ ഖമരിയ. എന്താ പ്രത്യേകത? അലിഫ്ലാം, ഈ പദങ്ങളുടെ മുമ്പിൽ അലിഫ്ലാം വരുമ്പോൾ ആ ലാമിന് സുക്കൂൻ ചെയ്ത് നമ്മൾ വ്യക്തമായി പറയും അൽ. അതേസമയം നമ്മൾ അടുത്ത ബോക്സിൽ വന്ന പദങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എഴുതുമ്പോൾ 14 അക്ഷരങ്ങൾ അവിടെയും വരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് അൽ ഹുറൂഫു ശംസിയ. അൽ ഹുറൂഫു ശംസിയ. എന്താ പ്രത്യേകത എന്ന് ആ വാക്കിൽ തന്നെ ഉണ്ട്. അശംസ്, അൽ ഷംസ് അല്ല, അശംസ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞു സാറിൻ്റെ കൂടെ. അത്ത, അസ്സ, അദ്ദ, അസ്സ, അറ, അസ്സ, അസ്സ, അശ, അസ്വ, അല്ലാ, അത്വ, അല്ലാ, അല്ല, അന്ന. ഹുറൂഫു ശംസിയ. ഈ പദങ്ങളുടെ മുൻപിൽ നമ്മൾ അലിഫ്ലാം ചേർക്കുമ്പോൾ ലാമിനെ എഴുതും, പക്ഷേ ഉച്ചരിക്കില്ല. അതേസമയം ഈ അക്ഷരങ്ങൾക്ക് നമ്മൾ ഷദ് കൊടുത്ത് എഴുതുകയും വേണം. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ ത, അൽ ത എന്നല്ല നമ്മൾ പറയുന്നത്, അത്ത. താക്ക് ഷദ് കൊടുത്ത്
എഴുതുകയും വേണം. ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 68 69 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സാറിന് അയച്ചു തരണം. ലാമുശംസിയ അൽ ഖമരിയ 14 അക്ഷരങ്ങൾ ഖമരിയയുടെ, 14 അക്ഷരങ്ങൾ ഷംസിയയുടെ. ഓക്കെ. വർക്കുകൾ കംപ്ലീറ്റ് ആക്കി നല്ല മിടുക്കന്മാരാക്കി അയച്ചു തരണം. ഓക്കെ. സാറ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.